സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായി. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായി. ായി ദൈവദൂതർ വരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ അവിടുന്ന് കയറി ഏറ്റെടുത്ത് നടത്തുമാറാകണമേ. നിന്റെ ദാസന്മാരെ അവിടുന്ന് അഭിഷേകം ചെയ്യുമാറാകണമേ. കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ ജനത്തെ എല്ലാവരെയും, വിശേഷ മക്കളെ, കൊച്ചുമക്കളെ, നമ്മൾ വാത്സല്യ പിതാവിനെ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പ്രകൃതി ഞങ്ങൾക്ക് വേണ്ടി ദൈവം അനുകൂലമാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ ദാസിയുടെ ഭൗതിക ശരീരം ഈ കല്ലറയിൽ നമ്മൾ സംസ്കരിക്കുവാനായി പോവുകയാണ്. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസമായി. ദൈവത്തിൻ്റെ പ്രത്യാശാ വചനങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവദാസിയെ ഈ മണ്ണിനെ ഏൽപ്പിക്കാം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ വചനം നമ്മൾ വായിക്കുകയും അന്യോന്യം ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊള്ളാൻ ദൈവത്തിൻ്റെ വചനത്തിനുണ്ടല്ലോ. നാം സാധാരണ ചെയ്യുന്നത് പോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാർ പലർക്കായി വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും 4-ാം അധ്യായത്തിൽ നിന്നും വായിക്കാം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവീൻ.
കർത്താവിന് സ്തോത്രം. പഴയ ഭക്തന്മാർക്കും പുനരുത്ഥാനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അന്യനല്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. കോര രാജാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നെന്ന് ഇയ്യോബ് വിശ്വസിച്ചു. ഞാൻ വെളിപ്പാട് പുസ്തകം 21 നിന്ന് ചില ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇനിയും മരണം ഉണ്ടാകുകയില്ല. കർത്താവിന് സ്തോത്രം. ഇതാ മനുഷ്യരുടെ ദൈവത്തിൻ്റെ കൂടാരം. ആദിമ അതേ പർദീസയിൽ മനുഷ്യൻ ദൈവത്തോടെ എങ്ങനെ ജീവിച്ചു, അങ്ങനെയുള്ള ഒരു ശുഭകാലം നമുക്ക് ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സമയം ഈ ശരീരത്തിൻ്റെ മുഖം അത് മൂടുകയും ഇത് അടച്ച ശേഷം കബറിലേക്ക് ഇറക്കുകയും ചെയ്യാം. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൈഡിലേക്ക് അങ്ങോട്ട് കേൾക്കണം. ദുഃഖം വെല്ലുമേ കൂടെ വാഴുവാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളോട് ദുഃഖത്തിരിക്കുന്ന കുടുംബത്തോടും നിന്റെ വരവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായ ശ്വാസം വരെയും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.